വയനാട് ദുരന്തത്തെ തുടർന്ന് ഒരു ദേശീയ ദുരന്തമായി അത് പ്രഖ്യാപിച്ച് കേന്ദ്ര സഹായമാണ് നമ്മൾ അഭ്യർത്ഥിച്ചത്. അന്ന് കേന്ദ്ര ഗവൺമെൻറ് സമീപനം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല, നാച്ചുറൽ കലാമിറ്റിയായി, പ്രകൃതി ദുരന്തമായി കണക്കാക്കാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ കത്തുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിന് ഒരു മാർഗദർശനം, ഒരു ഡയറക്ഷൻ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരുന്നു. മൊത്തം നഷ്ടത്തിൻ്റെ 90% കേന്ദ്ര ഗവൺമെൻറ് നൽകും, 10% സ്റ്റേറ്റ് വഹിക്കണം. സംസ്ഥാന ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഇത് പരിശോധിച്ച് എന്തോരം നഷ്ടമുണ്ടായി, എന്തൊരു ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടായി, പ്രാദേശിക നഷ്ടങ്ങൾ എന്തൊക്കെയാണ് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കാണുന്നതിന് 2 ദിവസം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സംഘം വയനാട് വരികയും ആ സംഘത്തോടൊപ്പം നമ്മുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കുചേരുകയും ഇത് അസസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പോയിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് പലപ്പോഴും പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാരണം കേന്ദ്ര നോംസ് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സ്വീകാര്യമല്ല. ഉദാഹരണമായി ഒരു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 1,26,000 രൂപയാണ്. നമ്മുടെ തീരപ്രദേശത്ത് റോഡ് വരുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം കേരളം പോലെ സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോൾ ദേശീയപാതയെ സംബന്ധിച്ചുള്ള സ്ഥലമെടുക്കുമ്പോൾ യു പിയിലും ആന്ധ്രയിലും കൊടുക്കുന്ന കോമ്പൻസേഷൻ അല്ല കേരളത്തിൽ കൊടുക്കുന്നത്, വളരെ കൂടിയ കോമ്പൻസേഷനാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യം പരിശോധിച്ച് പ്രധാനമന്ത്രി തീരുമാനമെടുക്കണം. അദ്ദേഹം വയനാട്ടിൽ വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് അദ്ദേഹം ഒരു പാക്കേജുമായിട്ടാണ് വരുന്നു എന്നുള്ളത്. സാധാരണ പ്രധാനമന്ത്രിമാർ വരുമ്പോൾ പാക്കേജുമായിട്ടാണ് വരിക. ഇത് അദ്ദേഹം കണ്ടു, മനസ്സിലാക്കി തിരിച്ചു പോയിട്ട് ഇപ്പോൾ 40 ദിവസമായി. ഇത് തീരുമാനമെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റില്ലേ. സംസ്ഥാന ഗവൺമെൻറ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് 1,26,000 രൂപ തന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? സംസ്ഥാനത്ത് പൊതുവെയുള്ള ഇത്തരം കാര്യങ്ങളിൽ നഷ്ടപരിഹാരം അത് മനസ്സിലാക്കി വെച്ച് പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 40 ദിവസമായിട്ടും ഈ കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് അത് കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണനയായിട്ട് തന്നെ കാണേണ്ടി വരും. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ MP എന്ന നിലയിലൊക്കെയുള്ള സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കി. അന്ന് ബൂട്ടാ സിംഗാണ് വന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ കുട്ടനാട് ഉൾപ്പെടെ കണ്ടു, ചെല്ലാനം കണ്ടു. അന്ന് 100 കോടിയിലധികം രൂപയുടെ ഒരു നഷ്ടപരിഹാരമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയത്. ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് ഒറീസയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് 2009 കാലഘട്ടങ്ങളിൽ. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഞാൻ ഡൽഹിയിൽ തിരിച്ചു വന്ന് പ്രധാനമന്ത്രിയോട് സംസാരിച്ച് ഒരു കോമ്പൻസേഷൻ ഇമ്മീഡിയറ്റായിട്ട് കൊടുത്തു. ഈ ഒരു സംവിധാനം കേരളത്തിലോട് ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കാതെ കേന്ദ്രം കാണിക്കുന്ന തെറ്റുകൾ, കേന്ദ്രം കാണിക്കുന്ന മനഃപൂർവ്വ ഡിലേകൾ, അതിന് പരിഹാരം കാണാൻ നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല, നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം. കേരളീയർ ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രം ചെയ്യേണ്ട ന്യായമായ സഹായം ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ 1,26,000 മതിയെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും, വീടിന് പറ്റത്തില്ലല്ലോ. നമ്മൾ 10 ലക്ഷം പറയണത്. ഈ കേന്ദ്രം അതിനാണ് അവർ പരിശോധിക്കുന്നത്. നമ്മുടെ കണക്കല്ലല്ലോ, അവരുടെ കണക്കുണ്ടല്ലോ, അവരുടെ കണക്ക്. അതുകൊണ്ട് ഇതൊരു തർക്ക വിഷയമാണ്. പാർലമെൻറ്റിൽ നടക്കുന്ന പല ചർച്ചകളിലും മുഖ്യമന്ത്രിമാരെ സംസാരിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് നഷ്ടപരിഹാരം എന്തെന്ന് തീരുമാനിക്കണം. സ്റ്റേറ്റ് ഇത് മാറും. ഉത്തർപ്രദേശിൽ കൊടുക്കുന്ന കോമ്പൻസേഷൻ ഇവിടെ തന്നാൽ മതിയോ കേരളത്തിൽ? ഇതാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കാതെയുള്ള ഇതെല്ലാം. ഇപ്പോൾ സംസ്ഥാനം എന്തോ കുഴപ്പം ചെയ്യുന്നത്? സംസ്ഥാനം അല്ലല്ലോ, സംസ്ഥാനം സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുത്തു. സാധാരണ സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായി, കാരണം ചീഫ് സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത്, മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഇതിനെല്ലാം പരിശോധിച്ച് കേന്ദ്ര ഡയറക്ഷൻ പരിശോധിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്നിരിക്കുന്നു. 40 ദിവസം കഴിഞ്ഞിട്ടും ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം, കേന്ദ്ര സഹായം എത്തിക്കണ്ടേ? അതെന്താ ആലോചിക്കാത്തത്?